ആശങ്കയുടെ കരിമേഘം ഒഴിഞ്ഞിരിക്കുന്നു. വി ഡി സതീശൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കരഞ്ഞ് കാലുപിടിച്ചും കണ്ണീർ പ്രണാമങ്ങൾ അർപ്പിച്ചും രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന ഭീഷണി മുഴക്കിയും ഒരുപക്ഷെ താനല്ല മുഖ്യമന്ത്രിയെങ്കിൽ MLA സ്ഥാനം വരെ രാജിവെച്ച് പുതുതായി നിയമിതനാകുന്ന മുഖ്യമന്ത്രി ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കണമെന്ന് വെല്ലുവിളിച്ചും സതീശൻ തൻ്റെ അധീശത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട വി ഡി സതീശന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നമ്മുടെ വാർത്ത. വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്നും ടീം UDF ആണ് വിജയിച്ചതെന്നും KPCCയിലെ രമേശ് ചെന്നിത്തലയും AICCയിലെ KC വേണുഗോപാലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുവെന്നും വാതോരാതെ വാചകമടിക്കുന്നതും പുറകിൽ പത്രസമ്മേളനം നടത്തി വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പത്രപ്രവർത്തകരുടെയും അതുപോലെ തന്നെ വീഡിയോഗ്രാഫർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും ഒക്കെ തിരക്കാണ്. ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സതീശൻ്റെ മുഖം പകർത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പകർത്തുകയാണ്. വാക്കുകൾ പകർത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. വി ഡി സതീശൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ 5 വർഷം രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ വി ഡി സതീശൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയും തന്നെ കോടതികളും അന്വേഷണ ഏജൻസികളും ചവറ്റുകൊട്ടയിൽ തള്ളിയ കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. വി ഡി സതീശനും അതുപോലെ തന്നെ ടീം UDF എന്ന് വി ഡി സതീശൻ വിശേഷിപ്പിക്കുന്ന തമ്മിൽ ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളും പ്രഖ്യാപിച്ച ഒരുപാട് ഗ്യാരണ്ടികളുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയുണ്ട്. ആ ഗ്യാരണ്ടികൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നത് ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനം. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിവേഷം കെട്ടിച്ചും കേരളത്തിലെ ജനങ്ങളെ അമ്പയെ നാണം കെടുത്തിയും 10 ദിവസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നത്. സാങ്കേതികത്വത്തിൻ്റെ കാരണം പറഞ്ഞും രാഷ്ട്രീയ ദല്ലാളുമാരുടെ പിടിവലിയുടെ കാര്യങ്ങൾ മറച്ചുവെച്ചും ഒക്കെ വി ഡി സതീശൻ നല്ല ഒന്നാന്തരമായി പീലാത്തോസ് കൈ കഴുകുന്നത് പോലെ കൈ കഴുകി വെളുക്കെ ചിരിച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ ആകണം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് സമൂഹത്തെ പഠിപ്പിക്കുക കൂടിയാണ് വി ഡി സതീശൻ. ഇനി വി ഡി സതീശൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റാളുകളെ നിശ്ചയിക്കുന്നത് മറ്റൊരു കീറാമുട്ടിയാണ്, കടമ്പയാണ് എന്നൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ NSS രംഗത്ത് വരുന്നു, അതുപോലെ തന്നെ SNDP രംഗത്ത് വരുന്നു. അങ്ങനെ സമുദായ സംഘടനകൾ, മാളത്തിൽ ഒളിച്ചിരുന്ന സമുദായ സംഘടനകൾ പത്തിപൊക്കി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് പാമ്പിറങ്ങി നമ്മുടെ പാവം പിള്ളേരെ വരെ കൊന്നതുപോലെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സമുദായ സംഘടനകൾ, വർഗീയ വിഷം ചീറ്റിക്കൊണ്ട്. ഇവരെയൊക്കെ എങ്ങനെ സതീശൻ നിലയ്ക്ക് നിർത്തുന്നു എന്ന് ഒന്നാമത് അറിയേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെയും NSSന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയുമൊക്കെ വെള്ളാപ്പള്ളി വരച്ച വരയിൽ നിർത്തുമോ എന്ന് അറിയാനും കേരളം കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സതീശൻ വിമർശിച്ചിരുന്ന കാര്യങ്ങൾ അത് അക്ഷരം പ്രതി തെറ്റാണെങ്കിലും ആ മേഖലകളിൽ സതീശൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒന്ന് റോഡിൻ്റെ കാര്യം, തോടിൻ്റെ കാര്യം, പാലങ്ങളുടെ കാര്യം, മേൽപ്പാലങ്ങളുടെ കാര്യം, റെയിൽവേയുടെ കാര്യം, വേഗ റെയിൽവേയുടെ കാര്യം, ആശുപത്രികളുടെ കാര്യം, ആ കാര്യങ്ങളിൽ സ്കൂളുകളുടെ കാര്യം, പാഠപുസ്തകങ്ങളുടെ കാര്യം, വീട്ടമ്മമാരുടെ കാര്യം, വീട്ടിൽ അടുപ്പ് എരിയുന്നതിനാവശ്യമായ ഗ്യാസിൻ്റെ കാര്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞല്ലോ, ചെലവ് ചുരുക്കണം, വർക്ക് ഫ്രം ഹോം ആക്കണമെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമ്മാതിരി പ്രഖ്യാപനങ്ങൾ വി ഡി സതീശൻ നടത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. ഇനി വരാൻ പോകുന്നത്, മുമ്പ് AK ആൻ്റണി നയനാരിൽ നിന്ന് അധികാരമേറ്റുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ AK ആൻ്റണി ഒരു കാര്യം ചെയ്തു, ധവളപത്രം ഇറക്കി, ഖജനാവ് കാലിയാണ്, ഇവിടെ ഒന്നുമില്ല എന്ന്. പക്ഷേ KN ബാലഗോപാൽ, മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഖജനാവിൽ കാശുണ്ട്, എല്ലാ കടബാധ്യതകളും തീർത്തിട്ടുണ്ട്, ശമ്പള കുടിശ്ശിക തീർത്തിട്ടുണ്ട്, KSRTC ലാഭത്തിലാണ്. അങ്ങനെ നശിച്ചു പോകുമെന്ന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ വിധിയെഴുതിയിരുന്ന എല്ലാ മേഖലകളെയും നാശത്തിൻ്റെ വക്കിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന ധാരയിലെത്തിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളാകട്ടെ, പൊതുവിദ്യാലയങ്ങളാകട്ടെ, സർക്കാർ റോഡുകളാകട്ടെ, ദേശീയപാതയാകട്ടെ, വിഴിഞ്ഞം പോർട്ടാകട്ടെ, പാഠപുസ്തകങ്ങളാകട്ടെ, എല്ലാ കാര്യത്തിലും ഉന്നതി ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞുപോയ പിണറായി സർക്കാരിൻ്റെ 2 ടേമും വളരെ ഉജ്ജ്വലമായ വിജയം കാഴ്ചവെച്ചു എന്നതിൽ ഒരു തർക്കവും ഒരു മനുഷ്യനും പറയാനില്ല. പിന്നെ CPMനകത്തുള്ള ഉൾപാർട്ടി പോരുകളും അതുപോലെ വ്യക്തി ആധിപത്യത്തിലേക്ക് വരുന്നുവെന്ന
തർക്കവും പിണറായിയെ ഒതുക്കാനുള്ള ഗൂഢാലോചനയും ഒക്കെ ചേർന്ന് വന്ന ഒരു ഫലമാണ് യു ഡി എഫിന് ഇപ്പോൾ ഗോൾഡൻ ചാൻസായി കിട്ടിയിരിക്കുന്നത്. യു ഡി എഫ് എങ്ങനെ മുതലെടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും മുഖ്യമന്ത്രിയായി നിയമിതനാകാൻ പോകുന്ന, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വി ഡി സതീശന് നമ്മുടെ വാർത്തയുടെ ഹാർദവമായ അഭിനന്ദനങ്ങൾ. ഇനിയും ധാരാളം വാർത്തകൾ വി ഡി സതീശനിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം.